ആകെ ആ മരം മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒരുങ്ങുകയാണ്. പടച്ചവനെ ആ മരമതാ മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ്. അതാ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പടച്ചവനെ അവിടെ നിന്ന് ഒരു മഴിയെടുക്കുകയാണ്. മരം മുറിക്കുന്ന ആയുധം എടുത്തിട്ട് കടന്നു ചെല്ലുകയാണ്. എന്നിട്ടതാ അയാളാ മരം മുറിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ പടച്ചവനെ വഴിയിൽ വെച്ചിട്ടോ ഇബ്ലീസതാ മനുഷ്യന്റെ രൂപത്തിലതാ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യ രൂപത്തിൽ ഇബ്ലീസ് ലഈൻ അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, എന്തിനാണ് നീ കടന്നു പോകുന്നത്? എങ്ങോട്ടാണ് നീ കടന്നു പോകുന്നത്? പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാണ്, നമ്മൾ ആരാധിക്കേണ്ടത് ആരെയാണെന്നറിയോ? നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, നമ്മൾ ആരാധന കൽപ്പിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. അല്ലാതെ കാണുന്ന മരങ്ങളെയല്ല, കാണുന്ന പാറകളെയല്ല. പടച്ചവനെ അവിടെ നിന്ന് വഴിയിൽ വെച്ചിട്ട് ഇബ്ലീസിനോട് ഈ ചെറുപ്പക്കാരനതാ പറയുകയാണ്, അല്ലാഹുവേ അവിടെ നിന്ന് ഇബ്ലീസതാ അവിടെ ഈ ചെറുപ്പക്കാരനോട് തടയുകയാണ്. അവിടെ നിന്ന് തടയുകയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുന്നുണ്ടോ, നിങ്ങളെന്നെ തടഞ്ഞിട്ട് കാര്യമില്ല, ആ മരത്തെ ഞാൻ മുറിക്കുക തന്നെ ചെയ്യുമല്ലോ. കാരണം എന്തെന്നറിയോ? പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ മരത്തെ ഞാൻ അവിടെ നിന്ന് മുറിച്ചു കളയുമെന്നോ ഞാൻ അവിടെ നിന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ കരാർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ എനിക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ പടച്ചവനെ ആ മനുഷ്യനതാ ഇബ്ലീസുമായിട്ട് അവിടെ നിന്ന് മൽപിടുത്തം നടത്തുകയാണ്. രണ്ടുപേരും പടച്ചവനെ അവിടെ നിന്ന് ഗുസ്തി അടിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചവനെ ശാരീരികമായിട്ട് അവിടെ നിന്ന് എതിർക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്തതാ പടച്ചവനെ 3 പ്രാവശ്യം അതാ തുടരുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം ഇബ്ലീസ് അവിടെ നിന്ന് പരാജയപ്പെട്ടു. ഇബ്ലീസ് അവിടെ നിന്ന് പരാജയപ്പെട്ടു. എന്നിട്ട് അവിടെ നിന്ന് ഇബ്ലീസ് പറയുകയാണ്, നീ തിരിച്ചു പോവുകയാണെങ്കിലോ, നീ തിരിച്ചു പോവുകയാണെങ്കിലോ എല്ലാ ദിവസവും ഇതാ നിനക്ക് ഞാൻ 4 ദീർഘം നിന്റെ കയ്യിലേക്ക് തരുമല്ലോ. നിന്റെ ഓരോ ദിവസവും 4 ദീർഘം നിന്റെ കയ്യിലേക്ക് ഞാൻ തരുമെന്ന് അതാവിടുന്ന് ഇബ്ലീസ് പറയുമ്പോ പടച്ചവനെ അയാളതാ പണം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അല്ലാഹുവേ 3 ദിവസം അതാ തുടർച്ചയായിക്കൊണ്ട് 4 ദീർഘം അവിടുന്ന് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് അതാവിടുന്ന് കൊണ്ടെത്തിക്കുകയാണ്. 4 ദിവസം അതാ പടച്ചവനെ ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് അവിടെ നിന്ന് പണമങ്ങ് എത്തിക്കുമ്പോ അല്ലാഹുവേ ആ ചെറുപ്പക്കാരന്റെ വല്ലാത്ത സന്തോഷമായി. കാരണം അതാ വെറുതെ അവിടെ നിന്ന് 4 ദീർഘം ഇങ്ങനെ ലഭിക്കുകയാണല്ലോ. പടച്ചവനെ അങ്ങനെ ദിവസങ്ങൾ കടന്നു. 3-ാമത്തെ ദിവസം കടന്നു വന്നപ്പോ അദ്ദേഹത്തിനതാ പടച്ചവനെ അവിടെ നിന്ന് ദീർഘം ലഭിക്കുന്നില്ല. 4 ദിവസം 3 ദിവസം അവിടുന്ന് സമ്പത്ത് കൊടുത്തു. 3-ാമത്തെ ദിവസമായപ്പോ എന്റെ പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ദീർഘം എല്ലാ ദിവസവും തരാന്നാ പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് പിന്നീട് ലഭിക്കാതെ വന്നപ്പോ പടച്ചവനെ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടതാ അയാൾ അവിടെ നിന്ന് മറുപടിയെടുക്കുകയാണ്. എന്നിട്ടതാ പടച്ചവനെ അദ്ദേഹത്തിന്റെ കരുതപ്പുറത്ത് കയറിക്കൊണ്ട് മരം പറിക്കാൻ വേണ്ടിയിട്ട് അതാ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ടതാ വീണ്ടും അതാ മനുഷ്യനിങ്ങനെ കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു,
എങ്ങോട്ടാണ് നീ പോകുന്നത്? അതാവിടുന്ന് പറയുന്നു, ഞാൻ ആ മരം മുറിക്കാൻ കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ മരം മുറിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ നിന്ന് പടച്ചവനെ ഇബ്ലീസ് അതാവിടുന്ന് വീണ്ടും അദ്ദേഹത്തെ തടയുകയാണ്. ഇബ്ലീസ് അവിടുന്ന് വീണ്ടും തടയാൻ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നീ എന്റെ അടുത്ത് പറഞ്ഞതല്ലേ എല്ലാ ദിവസവും ദീർഘം നിനക്ക് തരാം, എന്നിട്ട് 3 ദിവസം തന്നു, ബാക്കിയുള്ള ദിവസങ്ങളിൽ നീ എനിക്ക് തരുന്നില്ലല്ലേ? അപ്പൊ ഞാൻ എന്തായാലും മുറിച്ച് കളയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അല്ലാഹുവിനോടുള്ള ഒരു ബന്ധമായിരുന്നു. പടച്ചവനെ പേടിച്ചിട്ടായിരുന്നു അദ്ദേഹം ആ മരം മുറിക്കാൻ ഒരുങ്ങിയത്. അദ്ദേഹം തിരിച്ചു പോയതിന് വേണ്ടിയിട്ടാണ്. ഇബ്ലീസിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് 4 ദിർഹം ഓരോ ദിവസവും തരാമെന്ന് പറഞ്ഞപ്പോഴാണ്. പിന്നീട് രണ്ടാമത് അയാൾ വരുന്നത് എന്തേ കാരണം? പിന്നെ മുറിക്കാനുള്ള കാരണം അദ്ദേഹത്തിന് ഇബ്ലീസ് പറഞ്ഞ ആ 4 ദിർഹം അവിടുന്ന് കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെയാ വീണ്ടും ഇബ്ലീസും അദ്ദേഹവുമായിട്ടോ പടച്ചവനെ അവിടുന്ന് വല്ലാത്ത വെളിപ്പെടുത്തൽ നടത്തുകയാണ്. 2 പേരും അവിടുന്ന് കലഹിക്കുകയാണ്. അവസാനമതായി ഇബ്ലീസ് അവിടുന്ന് വിജയിച്ചിരിക്കുകയാണ്. ഇബ്ലീസിന്റെ കൂട്ടാളികളായിട്ട് കൊണ്ട് യുദ്ധം നടത്തുമ്പോ പടച്ചവനെ ഇബ്ലീസ് അവിടുന്ന് വിജയിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഇബ്ലീസിനോട് ചോദിക്കുകയാണ്, എന്തേ നീ എന്നെ പരാജയപ്പെടുത്തിയത്? ഇതുവരെ ഞാനാണ് വിജയിച്ചിരുന്നത്, ഇപ്പൊ നീയാണ് വിജയിച്ചത്, എന്തേ അതിന്റെ കാര്യമെന്ന് പറയുമ്പോ എന്ന് ചോദിക്കുമ്പോ പടച്ചവനെ അവിടുന്ന് പറയുന്നു, ഞാൻ വിജയിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? ഞാൻ വിജയിക്കാനുള്ള കാര്യം എന്താണെന്നറിയോ? പടച്ചവനെ അവിടുന്ന് പറയുന്നു, ഞാൻ വിജയിച്ചത് ഇതുവരെ നീ പടച്ചുറപ്പിനെ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്നതായിരുന്നു. അല്ലാഹുവെ പേടിച്ചിട്ട് നീ കടന്നു വന്നതായിരുന്നു. നീ രണ്ടാമത് കടന്നു വന്നത് ആദ്യം നീ വിജയിച്ചു, എന്നോട് നീ അവിടുന്ന് യുദ്ധം നടത്തിയപ്പോ നീ വിജയിച്ചു. രണ്ടാമതോ നീ എന്നോടൊപ്പം യുദ്ധം നടത്തിയപ്പോൾ നീ പരാജയപ്പെട്ടു. അത് പരാജയപ്പെടാനുള്ള കാരണം നീ രണ്ടാമതായിട്ട് അവിടുന്ന് എന്റെ അടുത്തേക്ക് മൽപ്പിടുത്തം നടത്തിയത് നിനക്ക് ദീർഘം ലഭിക്കാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ ഖുശൂ ഇല്ലെങ്കിൽ അവസ്ഥ ഇതാ. മനസ്സിലായോ? അവിടുന്ന് ഇബ്ലീസ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്ലീസ് തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ അവിടുന്ന് നന്മ ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോൾ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി നീ ആ മരം മുറിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോൾ, അതാ അവിടുന്ന് ഇബ്ലീസ് പറയാണ്, എന്റെ കുട്ടികളെ, അതായത് എന്റെ ആളുകളെ, എന്റെ പ്രിയമുള്ളവരെ, ഇബ്ലീസ് പറയാണ്, അവിടെ എനിക്കും എന്റെ ആളുകൾക്കും നിന്റെ ശക്തിയെ തടയാൻ കഴിഞ്ഞിരുന്നില്ല. അത്രക്കും ശക്തിയായിരുന്നു നിനക്ക്. നീ ദുനിയാവിനെ ആഗ്രഹിച്ചപ്പോ ദുനിയാവിന്റെ സമ്പത്ത് ആഗ്രഹിച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ നീ ഈ നന്മയ്ക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ അല്ലാഹുവേ പടച്ചറബേ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ശക്തി നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനെ നേരിടാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്ത് നന്മകളാകട്ടെ, എന്ത് കാര്യമാകട്ടെ, അതിന് ഖുശൂ ഇല്ലെങ്കിൽ, അതിന് നന്മയില്ലെങ്കിൽ, പടച്ചറബിന്റെ പ്രീതി എന്റെ പ്രിയമുള്ളവരെ അതിനകത്ത് ഇല്ല എങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും ഇതുപോലെ മനസ്സിലായാൽ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന കാര്യമാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും അല്ലാഹുവേ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പരാജയം, നമുക്കൊരു നന്മയെന്ന് കണ്ടെത്താൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നന്മ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിച്ചത്, നമ്മൾ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിനെ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റാൻ പാടില്ല. മനസ്സിലായോ? നമ്മൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് വേണം ചെയ്യാൻ, നമ്മൾ എന്ത് നന്മയും ചെയ്യാൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അഅറാബിയായ മനുഷ്യൻ, ഈ ചരിത്രം നമുക്ക് കേൾക്കണം. ഒരു അഅറാബിയായ മനുഷ്യൻ അലി റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം പെട്ടെന്ന് നമസ്കരിച്ചിട്ട് അവിടുന്ന് പോകുന്ന കണ്ടു. എങ്ങനെ? അതാവിടം ഈ അഅറാബിയായ മനുഷ്യൻ റബ്ബേ പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ടതാ പെട്ടെന്ന് അവിടുന്ന് നമസ്കരിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അലി റളിയല്ലാഹു തആല ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അലി റളിയല്ലാഹു തആലാന്റെ കയ്യിലുള്ള പടച്ചറബേ ചാട്ടവാറ് പുറത്തെടുത്തുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്താണിടാ നീ ചെയ്യുന്നത്? നീ അല്ലാഹുവിന്റെ മുമ്പിലല്ലേ നമസ്കരിക്കുന്നത്? പടച്ചറബിന്റെ മുമ്പിലല്ലേ നീ നമസ്കരിക്കുന്നത്? ഇത്രക്ക് നിനക്ക് ഭക്തിയുള്ളൂ, നിനക്ക് ഇത്രക്ക് ഭക്തിയുള്ളൂ, നീ എത്രത്തോളം സാവകാശമാണ് നമസ്കരിക്കേണ്ടത് എന്നതാവുന്ന മഹാനായ അലി റളിയല്ലാഹു തആല അവിടുന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരനേതാ അവിടെ നിന്നതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലോ പടച്ചറബിനെ അവിടുന്ന് പടച്ചറബിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് അവിടുന്ന് ഇബാദത്ത് ചെയ്യാൻ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലാഹ് ചാട്ടവാറ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ഈ ചെറുപ്പക്കാരനാ പടച്ചവനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അല്ലാഹുവേ, അവിടെ നിന്ന് വീണ്ടും അവിടെ നിന്ന് മഹാനവറുകൾ പറഞ്ഞു, ആത്മാർത്ഥമായിട്ട് നീ ഒന്ന് നിസ്കരിക്ക, ആത്മാർത്ഥമായിട്ട് നീ ഒന്ന് നിസ്കരിക്ക എന്നതാ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ആ ചെറുപ്പക്കാരൻ പേടിച്ചുകൊണ്ട് അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, നീ ഏത് നമസ്കാരമാണടാ നീ നമസ്കരിച്ചതിൽ നിനക്ക് ഏറ്റവും റാഹത്ത് ലഭിച്ചത്? നീ ഒന്നാമതായിട്ട് നിസ്കരിച്ചു, നീ പെട്ടെന്ന് ഇവിടെ ചാടിയിട്ട് പോകുന്ന കണ്ടു. രണ്ടാമത്തെ നമസ്കാരം നിസ്കരിച്ചു, അത് നീ സാവകാശം നിസ്കരിച്ചു അല്ലേ? ഇതിലേതാണ് നിനക്ക് ഏറ്റവും ഹൈറായത് എന്ന് അലി റളിയല്ലാഹു തആല ചോദിക്കാം. ആ സമയത്ത് അവിടെ മനുഷ്യന് അതാവിടെ നിന്ന് പറയുന്നു, തങ്ങളെ, ഞാൻ ഒന്നാമതായിട്ട് നമസ്കരിച്ച നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരമാണ് എനിക്ക് ഏറ്റവും ഹൈറായത്, എനിക്ക് നന്മയായിട്ട് തോന്നിയത് എന്നതാ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ പറയുകയാണ്. ആദ്യം ഞാൻ നിസ്കരിച്ചില്ലേ, ആ നമസ്കാരം തന്നെയാണ് എനിക്ക് ഏറ്റവും ഹൈറായിട്ട് തോന്നിയതെന്ന് എന്റെ പ്രിയമുള്ളവരെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചെറുപ്പക്കാരൻ അവിടുന്ന് പറയാണ്. എന്തിയ കാരണം? ഞാൻ ആദ്യം നമസ്കരിച്ചു എന്റെ മനസ്സിനകത്ത് പടച്ചറബിന് വേണ്ടിയിട്ട് എന്നായിരുന്നു. രണ്ടാമതായിട്ട് ഞാൻ നമസ്കരിച്ചപ്പോ എന്റെ മനസ്സിനകത്തുള്ളത് എന്റെ പ്രിയമുള്ളവരെ എന്തായിരുന്നെന്നറിയോ? ഈ ചാട്ടവാറിന്റെ പേടിയായിരുന്നു എനിക്ക്. അലി റളിയല്ലാഹു പറഞ്ഞത് എന്താ? ഈ ചാട്ടവാറിനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ നമസ്കരിച്ചത് എന്ന് എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരനാണെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ എന്ത് നന്മ ചെയ്യുമ്പോഴും അല്ലാഹനെ പേടിച്ചിട്ട് ചെയ്യാൻ നോക്കാം. ദുനിയാവിന് ആർക്ക് വേണ്ടി നമ്മൾ ചെയ്യണ്ട. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തും. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ കടന്നു ചൊല്ലുമ്പോ അല്ലാഹു തആല പറയും, നീ എനിക്ക് വേണ്ടിയിട്ടല്ലടാ ഇബാദത്ത് ചെയ്തത്,
നീ എനിക്ക് വേണ്ടിയിട്ടല്ല ഇബാദത്ത് ചെയ്തത്. എന്റെ പ്രിയമുള്ളവരെ, നീ ആ കാണുന്ന ചങ്ങാതിന്റെ അല്ലേ, നിന്റെ അയൽവാസി, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരൻ, അല്ലെങ്കിൽ നിന്റെ പള്ളിയിലെ ഖതീബ്, അല്ലെങ്കിൽ നിന്റെ അയൽവാസി, ഇവരൊക്കെ കാണാൻ വേണ്ടിയല്ല നീ ചെയ്തത്. അതുകൊണ്ട് അവന്റെ അടുത്ത് പോയിട്ട് നീ പ്രതിഫലം മേടിച്ചോ. ഞാൻ കാണാൻ വേണ്ടി നീ ചെയ്തിട്ടില്ല, ഞാൻ നിനക്ക് പ്രതിഫലം തരില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله سبحانه وتعالى സ്വീകരിക്കട്ടെ. ആമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ പറഞ്ഞു അല്ലേ? അവിടെ കാണാം ഫർള് നമസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ. ഫർള് നമസ്കാരത്തിന്റെ ശേഷം ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ദുആ. നമ്മൾ പറയും, ഉസ്താദ് ഞാൻ ദുആരിക്കുന്ന കാര്യത്തിൽ കുറെ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ പടച്ച തമ്പുരാൻ സ്വീകരിക്കുന്നില്ലെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, എന്തോ പാളിച്ച അല്ലെങ്കിൽ ആ ദുആ ചെയ്യുന്ന കാര്യത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളെ പ്രാർത്ഥന അല്ലാഹു തആല തട്ടൂല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നത് കൊണ്ടായിരിക്കും പടച്ചവൻ ചിലപ്പോൾ ചെറിയൊരു വൈകിച്ച നമുക്ക് തരുന്നത്. മനസ്സിലായോ? അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ശർറും വരാതിരിക്കാൻ, സിഹറുകൾ, കണ്ണേറുകൾ, ഇതൊന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയാം? നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്, വൽ മുഹാഫളതു അലൽ വുളൂ. നിങ്ങൾ വുളൂഇനെ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത പരിചയമാണത്. ആ വുളൂഇനെ നിങ്ങൾ പതിവാക്കണം. അൽ വുളൂഉൽ മുഅ്മിനു സിലാഹുൽ മുഅ്മിൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വുളൂ എന്ന് പറയുന്നത് അത് അവന്റെ ഒരു ആയുധമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വുളൂ ഒരാളെ പതിവാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നോട്ടം കൊണ്ടുള്ള ശർറ്, അവന്റെ സംസാരം കൊണ്ടുള്ള ശർറ്, അവന്റെ ചിന്ത കൊണ്ടുള്ള ശർറ്, മറ്റൊരാളുടെ സിഹർ കൊണ്ടുള്ള ശർറ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ പടച്ചറബ്ബേ നമ്മിലേക്ക് അടുക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്നാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. നമ്മളെങ്ങാനും വുളൂ ചെയ്ത് കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനല്ലാതെ ഒരിക്കലും തന്നെ വുളൂഇനെ പതിവാക്കി കൊണ്ടു നടക്കാൻ കഴിയുന്നതല്ല. ആർക്കാ വുളൂ പതിവാക്കിയിട്ട് കൊണ്ടുനടക്കാൻ കഴിയാ? യഥാർത്ഥ മുഅ്മിനിന് മാത്രമേ അതിന് കഴിയൂ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മുഅ്മിനിന് മാത്രമേ വുളൂ പതിവാക്കിയിട്ട് കൊണ്ടു നടക്കാൻ കഴിയുള്ളൂ. അല്ലാഹു നമ്മുടെ മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ പറ. അല്ലാഹു നമ്മെ മുഅ്മിനീങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. പടച്ചവനെ മനസ്സിലാക്കി ജീവിക്കുന്നവർ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് വുളൂ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ശൈത്താന്റെ ശർറ്, അല്ലേ, സിഹ്റാന്റെ ശർറാ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശൈത്താന്റെ ശർറാണ്. ഒരിക്കലും തന്നെ പടച്ചവനെ വുളൂ എടുക്കുന്ന ഒരാളിലേക്ക് അത് അടുക്കാൻ പോലും കഴിയില്ല. അല്ലാഹുവേ,
ശൈത്താന്റെ ശർറ് ചില്ലറ നിങ്ങൾ കരുതിക്കണേ. ശൈത്താന്റെ ശർറ് എന്ന് പറഞ്ഞ ചില്ലറ നിങ്ങൾ കരുതിക്കണേ. മനുഷ്യന്മാര് ശൈത്താന്മാരാകും. മനുഷ്യൻ നന്നായി കഴിഞ്ഞാൽ മലക്കുകളെക്കായും അല്ലാഹുവിന്റെ മുമ്പിൽ അടുക്കാൻ കഴിയും. നേരെ മറിച്ച് എരപ്പായി കഴിഞ്ഞാണ്ടല്ലോ ഇബ്ലീസ് പോലും മാറി നിൽക്കും, ശൈത്താൻ പോലും മാറി നിൽക്കും. അത്രയ്ക്കും ഒരു മനുഷ്യനെ മോശപ്പെട്ടവനാകാൻ മനുഷ്യനെ കൊണ്ട് കഴിയും. മനസ്സിലായോ അല്ലേ? ആർക്കുണ്ട് ശുദ്ധിയും അവരെ റബ്ബിന് സ്നേഹമാ എന്നുള്ളതും ഖുർആൻ ശരീഫിൽ വ്യക്തമാ. നിനക്കെപ്പോഴും ഉണ്ട് എങ്കിൽ റിസ്കിൽ വിശാലത എന്ന് ഹദീസിൽ ഉണ്ട്. നിനക്കേത് സമയത്തും നിനക്ക് വുദൂ ഉണ്ട്, നിനക്ക് ശുദ്ധിയുണ്ട്. എന്നാൽ പടച്ച റബ്ബിന് നിന്നോട് വല്ലാത്ത സ്നേഹം. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാണ്. നിനക്ക് ഏത് സമയത്തും വുദൂ ഉണ്ടെങ്കിൽ നിന്റെ റിസ്കില് വിശാലത ലഭിക്കുമെന്ന് ഹദീസിലുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലും വ്യക്തമായ ഒരു കാര്യമാണ് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ മുസീബത്തുകൾ ശർറുകളും അത് കാവലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാനുള്ള ഒരു കാര്യം, ഇഖ്ലാസ് ഉണ്ടാകാനുള്ള കാര്യം പറയാം. നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ശൈത്താന്റെ അൻആം സൂറത്തിന്റെ ആദ്യത്തെ 3 ആയത്ത് പതിവാക്കുക. വസ്വാസ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇബ്ലീസിന്റെ ഒരു ശർറും നമസ്കാരത്തിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടാകാൻ വേണ്ടി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നിടത്ത് കാണാം. വുളൂഇനെ സാവകാശം ചെയ്യുക എന്നാണ്. നമ്മൾ കൈ കഴുകുമ്പോൾ, മുൻകൈ കഴുകുമ്പോൾ എല്ലാ സുന്നത്തുകളും നമ്മൾ പാലിക്കാം. കയറ്റിട്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കാം. വിരലിന്റെ ഇടുക്കുകളുണ്ടല്ലോ, ഈ സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ ശരിക്കും എന്ത് ചെയ്യാൻ നമ്മളിങ്ങനെ ശരിക്കും കഴുകുക. ദിക്റുകളൊക്കെ വേണ്ട രൂപത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെല്ലാം. മുഖം നമ്മൾ കഴുകുമ്പോൾ, നമ്മൾ വായിൽ വെള്ളം കൊപ്പിടിക്കുന്ന സമയത്ത് അല്ലെ, അത് അതിൻ്റെതായിട്ടുള്ള മുറകൾ. മുഖം കഴുകുമ്പോൾ അല്ലെ, നമ്മുടെ ഈ നെറ്റി ഇതിലൊക്കെ നമ്മൾ വൃത്തിയായിട്ട് കഴുകുക. മനസ്സിലായോ അല്ലെ? ഈ എങ്ങനെയാണ് മുഖത്തിന്റെ അതിർത്തി നമ്മൾ പറയല? എങ്ങനെ? നെറ്റി മുതൽ താടിയല് വരെ, ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെ അല്ലെ, ഇതാണ് മുഖത്തിന്റെ, ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ അതിർത്തി. ഈ അതിർത്തി പ്രകാരം കഴുകുക അല്ലെ. ഇതെന്തായാലും വേണം, കുറച്ചും കൂടെ അങ്ങോട്ട് കയറ്റി ഇതിലൊക്കെ എന്ത് ചെയ്യാം, ഇറക്കിയിട്ട് കഴുകുക. ഒരു സാവകാശം കഴുകുക. ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മുന്നേ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ, പഠിച്ചോനെ, എന്റെ കൈ ഞാൻ കഴുകുന്നത് എന്റെ കൈ കൊണ്ട് ചെയ്ത എല്ലാവിധ തെറ്റുകളും അല്ലെ, എന്റെ കണ്ണ് കൊണ്ട് ചെയ്ത തെറ്റുകൾ, എന്റെ ചെവി കഴുകുമ്പോൾ ചെവി കൊണ്ട് ചെയ്ത തെറ്റ് അല്ലെ, തല നമ്മൾ മുഴുവനും തടവ അല്ലെ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെന്ന് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആത്മാർത്ഥമായിട്ട് ഖുശൂഅോടെ ചെയ്താൽ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കും. വുളൂഅ് നമ്മൾ വേണ്ടതുപോലെ ചെയ്യാതെ കെട്ടിപ്പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങനെ കാട്ടിയിട്ട് നമ്മൾ കഴുകിയാൽ, എന്റെ പ്രിയമുള്ളവരെ, നമസ്കാരത്തിൽ നമുക്ക് ഖുശൂ ലഭിക്കില്ല. ഇങ്ങനെ ചെയ്തുകൊണ്ടു, ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൊണ്ടു, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തആല നിസ്കാരത്തിൽ നിങ്ങൾക്ക് നന്മ ലഭിക്കും. അല്ലാഹു തആല തരും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഇബാദത്തുകളിൽ അല്ലാഹു തആല ഖുശൂ നൽകട്ടെ. പടച്ചോനെ, നമ്മൾ നമസ്കരിക്കുന്നുണ്ട്, നമ്മൾ നോമ്പെടുക്കുന്നുണ്ട്, എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പടച്ചോനെ, അതിനകത്തൊന്നും വേണ്ടതുപോലെ നന്മയില്ലെങ്കിൽ, ഖുശൂ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാൻ നിങ്ങൾ പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോൾ അല്ലാഹുവേ നമസ്കരിച്ചതെല്ലാം നമ്മൾ അലാഖിന്റെ ഒരു മരം കണ്ടു, ആ മരം നമ്മൾ പോയിട്ട് നമ്മൾ വിളിച്ചെടുത്തു. പടച്ചോനെ, ആ മരത്തിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ മൊത്തം പോടേക്കര. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസ്ഥ അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് ഖുശൂ ഇല്ലെങ്കിൽ ഒന്ന് ആലോചിക്കാൻ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ അവസ്ഥ ഉണ്ടാവുക. പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലേ? പടച്ചോനെ, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ അല്ലാഹു എൻ്റെ റബ്ബിൻ്റെ കൂടെയുണ്ട്, എൻ്റെ റബ്ബിനെ കൈവിടൂല എന്ന ചിന്തയിൽ നമ്മൾ നടക്കുക. നമ്മളൊക്കെ പടച്ചോ നമ്മൾ അടുക്കാത്തതുകൊണ്ടായിരിക്കും അല്ലാഹു തആല നമ്മളിലേക്ക് ശ്രദ്ധ തരാത്തതറിയാം. നിങ്ങൾക്ക് നമ്മൾ അല്ലാഹുവിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ